ഹലോ കൂട്ടുകാരെ, ഇന്നും ഈ ചേച്ചി മാങ്ങയും കൊണ്ടാണ് വന്നിരിക്കണേ കേട്ടോ. മാങ്ങയൊക്കെ തോല് കളഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ മാങ്ങകളാണ്, അത് ചെത്തിയെടുക്കാനുള്ളതില്ല. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വേവിച്ച് കൈ കൊണ്ട് എടുക്കാനേ പറ്റുള്ളൂ. ജ്യൂസ് കണ്ടു ഇതുപോലെ എടുക്കുക, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് അത് അരിഞ്ഞുണ്ടാക്കണം. അതിലെളുപ്പം ഇതാ. ഇതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് നമുക്ക് പണിയുണ്ട്. നാര് കുറവാണ് മാങ്ങയ്ക്ക്, പക്ഷേ പുളിപ്പുണ്ട് കുറച്ച്. അപ്പോൾ അത് എല്ലാം ജ്യൂസാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കണം. അതിൻ്റെ കട്ടകൾ ഉടയണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇതുപോലെ ആയിട്ട് നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി ഒഴിക്കുകയും കൂടിയും ചെയ്യാം കേട്ടോ. നമുക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. അടുത്തടുപ്പിൽ നമുക്ക് ശർക്കര, ആവശ്യത്തിനുള്ള ബെല്ലം. ഇത് പുളിപ്പുള്ള മാങ്ങയാണ്, അത് കാരണം ഞാൻ ബെല്ലം കൂടുതലിട്ടുണ്ട്. അത് പാനിയൊക്കെ അരിച്ചൊഴിച്ചതാണത്. ഇനി നമുക്ക് പാലിന് നാളികേര പൊടിയാണ് കണ്ടു, കോക്കനട്ട് ഓയിൽ. ഇത് ചൂടുവെള്ളത്തിൽ കലക്കണം എന്ന് മാത്രം, എന്നാലും സൂപ്പറാണ്. നാളികേരം പാലൊഴിച്ച് പായസം ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെയാണ് അതിന്. നല്ലതുപോലെ അരിച്ചൊഴിക്കണം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട്. അതിൽ തരികളുണ്ടാവും കണ്ടു, കട്ടകൾ അവിടെ ഈ പൊടി കലക്കാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ ഒന്നാം പാല് കുറച്ച് വെള്ളത്തിൽ കലക്കിയത് അതും ഒഴിച്ച് തിള വന്നാൽ പായസം റെഡി. കണ്ടു, എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞ്. ചിരകണ്ട, പിഴിയണ്ട, ഒന്നും വേണ്ട. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടു. ഇനി നമുക്ക് വറുത്തിടാം. അതിലേക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട്. ഒരു പാനിൽ നെയ്യ് ഒഴിക്കണു. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് അതിലിടുക. നാളികേര കൊത്തൊക്കെ വറുത്തിട്ട് നല്ലതാണ്. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പായസം ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചതല്ല, മാങ്ങ കണ്ടപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടനും ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഹെൽപ്പിങ് ഉണ്ടല്ലോ, അപ്പോൾ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചത്, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് പായസം റെഡി. സൂപ്പറാട്ടോ, ഉണ്ടാക്കി നോക്കിക്കോളേ. നമ്മുടെ ഇതിൽ അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ അതുപോലൊക്കെ ഇരിക്കും. പഴപ്രഥമൻ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലേക്ക് വരുന്നുണ്ട്. എന്നാലും നല്ല പുളിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുണ്ട്. മാങ്ങ മധുരം ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം പായസമൊക്കെ നന്നായി. ഇനി എന്തായാലും ഞാൻ ഇവിടെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആവശ്യമാകുമ്പോൾ എടുത്ത് ഉണ്ടാക്കാമല്ലോ കുറേശ്ശെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.